നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ മ്യൂണിക്കിലാണ്. ഇന്ന് അതിരാവിലെ നമ്മൾ ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ട് ഓസ്ട്രിയ പാസ് ചെയ്ത് ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തിയിരിക്കുകയാണ്. ഇറ്റലിയിൽ നിന്നും മ്യൂണിക്ക് വരെയുള്ള റോഡ് ട്രിപ്പിൻ്റെ ഒരു മനോഹരമായ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടേ. കാണാത്തവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. യൂറോപ്യൻ ജേണീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം 11 മണിയോടുകൂടി മ്യൂണിക്കിലെത്തി റൂം ചെക്ക് ഇൻ ചെയ്ത് എല്ലാവരും ഒന്ന് ഫ്രഷപ്പായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. മ്യൂണിക്കിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന മരിയൻ പ്ലാറ്റ്സ് സ്ക്വയർ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ ആ മരിയൻ പ്ലാറ്റ്സ് സ്ക്വയറിൻ്റെ അടുത്തെത്തി. മനോഹരമായി സെറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യുന്ന ഷോപ്പുകളും വലിയ ബിൽഡിങ്ങുകളും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഇവിടുന്ന് തന്നെ വഴിയിൽ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പബ്ലിക് വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നടക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. മരിയൻ പ്ലാറ്റ്സ് സ്ക്വയർ എന്ന് കേൾക്കുമ്പം തന്നെ പല പല കാഴ്ചകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ, ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ, പിന്നെ ഈ സ്ക്വയറിൽ എപ്പോഴും ഉണ്ടാകുന്ന വലിയ ജനത്തിരക്കും. മരിയൻ പ്ലാറ്റ്സ് സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായ ന്യൂ ടൗൺ ഹാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഒരു വാസ്തുവിദ്യ വിസ്മയമാണ്. ഈ സ്ക്വയറിൽ ജനക്കൂട്ടത്തിൻ്റെ തിരക്ക് അത് ഏത് സമയത്തും നമുക്ക് കാണാൻ പറ്റുമേ. മരിയൻ പ്ലാറ്റ്സ് സ്ക്വയറിൻ്റെ ഒത്ത നടുക്കായി നമുക്ക് ഒരു മേരി മാതാവിൻ്റെ സ്തൂപം കാണാൻ പറ്റും. മരിയൻ സോളെ എന്നാണ് ഈ സ്തൂപം അറിയപ്പെടുന്നത്. 1638 30 വർഷത്തെ യുദ്ധം അവസാനിച്ചതിൻ്റെ സന്തോഷത്തിൽ നിർമ്മിച്ചതാണ് ഈ സ്തൂപം. ഈ സ്തൂപത്തിൻ്റെ ഏറ്റവും മുകളിൽ സ്വർണം പൂശിയ മേരി മാതാവിൻ്റെ രൂപമാണുള്ളത്. ഈ മേരി മാതാവിനെ മ്യൂണിച്ചിൻ്റെ സംരക്ഷകയായിട്ടാണ് അവർ കാണുന്നത്. ഈ സ്ക്വയറിൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പല ചർച്ചുകളും നമുക്ക് കാണാൻ പറ്റുമേ. അതിലൊന്നായ ഒരു ചെറിയ മനോഹരമായ ചർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. മരിയൻ പ്ലാറ്റ്സ് സ്ക്വയറിൻ്റെ മറ്റൊരു വലിയ ആകർഷണം ഈ ന്യൂ ടൗൺ ഹാളിൻ്റെ ഉയരം കൂടിയ ഗോപുരവുമാണ്. ഈ ഗോപുരത്തിലാണ് ലോക പ്രശസ്തമായ ഗ്ലോക്കൻസ്പിൽ എന്ന ക്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ദിവസവും നിശ്ചിത സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗ്ലോക്കൻസ്പിൽ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്ക്വയറിൽ തടിച്ചുകൂടുന്നത്. ഒരു ഡ്രാമ പോലെയുള്ള ആക്റ്റാണ് ഈ ഗ്ലോക്കൻസ്പിലിൽ ഈ സമയത്ത് സംഭവിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഡ്യൂക്ക് വിൽഹെം അഞ്ചാമൻ്റെ വിവാഹവും പ്ലേഗ് രോഗം മാറിയതിൻ്റെ തുടർന്നുള്ള ഒരു ആഘോഷ നൃത്തവുമാണ് ഈ ഗ്ലോക്കൻസ്പിലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ തിരിച്ചു വരുമ്പോൾ പറയുന്നത് കേൾക്കാം, ഏത് സിറ്റിയോ ഏത് ടൗണിൽ പോയി കഴിഞ്ഞാലും ആ സിറ്റിയുടെ പേരിനോട് ചേർത്തൊരു സ്ക്വയർ, ഒരു ചതുരം, ഇനി ഇറ്റാലിയനിലാണെന്നുണ്ടെങ്കിൽ പ്യാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി എന്നുള്ളത്. ആ സ്ക്വയർ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ആൾക്കാർക്ക് ഒത്തുകൂടാനോ സമ്മേളനം നടത്താനോ പാർട്ടികൾ പ്രോഗ്രാമുകൾ നടത്തുന്നതിനോ ഒക്കെയുള്ള ഒരു പൊതുസ്ഥലം എന്നുള്ളതാണിത്. ഒട്ടുമിക്ക സ്ക്വയറുകളും ടൗണിൻ്റെ ഒത്ത നടുക്കായിരിക്കും. ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം. ഓരോ സ്ക്വയറുകളുടെയും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഇവിടെ കടകളും കച്ചവടങ്ങളും മാർക്കറ്റും ഒക്കെ നടത്തി ആൾക്കാർ കൂടിയിരുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത്. അത് പിന്നീട് നമ്മുടെ ഒരു ന്യൂജൻ ടൈപ്പിലേക്ക് വരുന്നതാണ് ഈ സ്ക്വയറുകൾ. ഇപ്പോഴും ഈ സ്ക്വയറുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെയാണ്. ഇതാ മനോഹരമായ ഒരു ചീസ് ഷോപ്പാണ് ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നത് മൊത്തം ചീസിൻ്റെ വലിയ റോളുകളാണ്. ഇപ്പം നമ്മൾ കാണുന്നത് റോമിയോ ജൂലിയറ്റിലെ ജൂലിയറ്റിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. ഈ സ്റ്റാച്യുവിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? യൂറോപ്യൻസിൻ്റെ മനോഹരമായ ആചാരങ്ങളിൽ ഒന്നാണിത്. ഇതുപോലെ ജൂലിയറ്റിൻ്റെ ബ്രസ്റ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ടുവരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒട്ടും സമയം കളഞ്ഞില്ല, ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ. അങ്ങനെ ഞങ്ങൾ പയ്യെ നടന്ന് സ്ക്വയറിന് പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് പുറത്തെ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി.
ഇവിടെ വണ്ടി ഒക്കെ അലൗഡ് ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ടും ആൾക്കാരുടെ തിരക്കും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമേ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്താണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒരു കുഞ്ഞു പള്ളിയാണ്. നമുക്ക് അതിൻ്റെ അകം ഒന്ന് കയറി കണ്ടു നോക്കാം. പുറത്ത് നിന്നൊരു കുഞ്ഞു പള്ളിയാന്നൊക്കെ കമൻറ്റ് പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ ഇതുണ്ട് നല്ല അതിശയിപ്പിക്കുന്ന കൊത്തുപണികളും മാർബിളിലുള്ള പണികളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു കുഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു പള്ളി. നമ്മുടെ ഈ കുഞ്ഞൻ പള്ളിയുടെ അൾത്താരം നോക്കിക്കേ, എന്നാ കിടിലനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. എന്നാന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്യൻസിൻ്റെ ആർട്ട് വർക്കുകളും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഒരു രക്ഷയില്ല, സമ്മതിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും മരീൻ പ്ലാസ് സ്ക്വയറിലേക്ക് കയറി. നമ്മൾ മുമ്പേ കണ്ട ന്യൂ ടൗൺ ഹാളും ഒക്കെ കണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ നടക്കുവാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഓപ്പൺ കോഫി ഷോപ്പുകളാണ്. ആൾക്കാരങ്ങനെ വൈബ് ആസ്വദിച്ച് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കോഫി ഷോപ്പുകളിൽ നിന്നൊക്കെ ഡ്രിങ്ക്സോ മറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാവുന്നതാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ നടന്ന് വലിയ മറ്റൊരു സ്ക്വയർ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി. ഇവിടം കൊണ്ട് കാൽനട യാത്രക്കാർക്ക് മാത്രമായിട്ടുള്ള ഏരിയ തീരുവാണ്. നമുക്ക് ട്രാമിൻ്റെ റൂട്ടുകളും വണ്ടികളൊക്കെ ജസ്റ്റ് പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും അതും അതിമനോഹരമായ വർക്കുകൾ കൊണ്ടുള്ള കിടിലൻ ബിൽഡിങ്ങുകൾ. എത്ര സമയം ചിലവിട്ട് കഴിഞ്ഞാലും നമ്മൾ മടുക്കുകയില്ലാത്ത ഒരു കിടിലൻ പ്ലേസ്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വലിയ തിരക്ക് ഒന്നൊഴിവായി. എന്തായാലും ഭാഗ്യം കൊണ്ട് ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. ഈ വെയിലത്ത് ഈ ബിൽഡിങ്ങുകളൊക്കെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വന്ന വഴിക്ക് ഏതാണ്ട് ബെൻസിൻ്റെ ഒരു ഷോറൂം, ഒരു കൂപ്പെ ഇവിടെ നല്ല കിടിലനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റെഡ് കളർ കാർപ്പറ്റിൽ ഒരു റെഡ് കൂപ്പെ. അങ്ങനെ ഞങ്ങൾ കുറേ അധികം സമയം ഈ മരീൻ പ്ലാസ് സ്ക്വയറിൽ ചിലവഴിച്ച് പയ്യെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ തിരിച്ചു പോകുന്നതും ആ മെയിൻ സ്ക്വയർ ക്രോസ് ചെയ്ത് തന്നെയാണ് നമുക്കിനി പോകേണ്ടത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ആ ഒരിളം വെയിലത്ത് തിളങ്ങി നിൽക്കുന്ന ആ കിടിലൻ ബിൽഡിങ് ആരെയും കൊതിപ്പിക്കുന്ന കൂട്ട് വിഷ്വൽസ് അല്ലേ. വിഷ്വൽസ് തീർന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകൾ പുറകെ വരുന്നുണ്ട്. മ്യൂണിക്കിൻ്റെ വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.